എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മെഡിക്കൽ സെന്റർ കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ റേച്ചു അവള് പുട്ടിങ്ങിന്റെ അറ്റാക്കിലൊക്കെ പെട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി അങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ബോധമില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, അപകടനില അത് അവള് തരണം ചെയ്ത് കഴിഞ്ഞു. ഡോക്ടർ ആണെങ്കിൽ അവളുടെ ബോഡി കണ്ട് വണ്ടർ അടിക്കുകയാണ്. കാരണം ബോഡി വളരെ പവർഫുൾ ആണ്. മാത്രമല്ല അവളുടെ ബോഡിയിൽ ഹീലിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും അവളുടെ ബോഡി തന്നെ ഹീൽ ചെയ്ത് എത്രയും വേഗം നോർമലാക്കി മാറ്റും. വിൻസ്മോക്ക് ഫാമിലിയുടെ പവർ അതെന്താണെന്ന് ഇപ്പൊ ഡോക്ടർ തിരിച്ചറിഞ്ഞ് ആളവിടുന്ന് കടന്നു പോവാണ്. അടുത്ത നിമിഷം സാഞ്ചി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടേക്ക് കടന്നു വരും. ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റിയെ തല്ലി താഴെയിട്ട് റേച്ചുവിന്റെ അടുത്തേക്ക് വരികയാണ്. റേച്ചു ആണെങ്കിൽ കണ്ണു തുറന്ന് ഞെട്ടി എഴുന്നേക്കും. ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ ചുറ്റും നോക്കും. അവളുടെ തൊട്ടു മുൻപിലാണെങ്കിൽ സാഞ്ചി കാഷ്വലായിട്ടിരിക്കുകയാണ്. അവൾ അവളുടെ കാലിലേക്ക് നോക്കും. ഒരു കാലില് മുഴുവൻ ബാൻഡേഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അവളോട് ചോദിക്കും, നിനക്ക് എന്തു പറ്റി, എന്താ സംഭവിച്ചേ? അതിനവള് പറയും, ഏതോ ഒരു സെക്യൂരിറ്റി എന്നെ സ്റ്റെയർ കേസിലൂടെ ഫോളോ ചെയ്തു വന്ന് ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ കാലിൽ അപകടം പറ്റിയത്. അത് കേട്ട് സാഞ്ചി അവൻ പല്ല് കടിച്ച്, ഓ അവള് നിന്റെ മെമ്മറി ഇപ്രകാരം മാനിപ്പുലേറ്റ് ചെയ്തല്ലേ, സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ ഇപ്പൊ റേച്ചുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. റേച്ചുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൾ ആകാംക്ഷയോട് കൂടെയും അതുപോലെ ടെൻഷനായിട്ടും അവൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കേൾക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ജിംബയെ കാണിക്കും. അവനാണെങ്കിൽ ഫിഷ്മാൻ കരാത്തയും അവന്റെ ഫുൾ പവറും എടുത്ത് ആ സെല്ലിലേക്ക് നല്ല ഫോഴ്സിൽ ആഞ്ഞെട്ടിക്കുകയാണ്. അവന്റെ ഫുൾ പവർ ഉപയോഗിച്ചിട്ടും ആ സെല്ല് തകർക്കാനാവില്ല. ഉടനെ ലൂഫി പറയും, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ കൈ ചുറ്റി മുറിച്ചെടുത്തിട്ടാണെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് വരും, എനിക്ക് സാഞ്ചിയെ രക്ഷിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ നല്ല സ്ട്രെസ് കൊടുക്കും. മുംബൈക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ടെൻഷനാവും. നീ ഇത് കാണുന്നില്ലേ, ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. എനിക്കൊരു അല്പസമയം കൊടുത്താ ഞാൻ ഈ ബുക്ക് അത് മുഴുവനായിട്ടും കത്തി എരിച്ചിട്ടാണെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവൻ ആ ബുക്ക് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. ബുക്കാണെങ്കിൽ നല്ല രീതിയിൽ തീ പിടിച്ച് കത്തി എരിയാനായിട്ട് തുടങ്ങും. അത് കണ്ട് നാമി ഒച്ചത്തിൽ നിലവിളിക്കും. ആ ബുക്കിന്റെ ഓപ്പോസിറ്റ് സൈഡില് നാമിയും ലൂഫിയെ കുറിച്ചുള്ള ചില ബ്രീഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ കത്തി നശിച്ച് നമ്മുടെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ആ ബുക്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പക്ഷെ എന്താ, നമ്മുടെ ആൾക്കാരുടെ ബോഡിയിലും തീ പിടിച്ച് കത്തുകയാണ്. അത് കണ്ട ജിംബൈ വെള്ളമൊക്കെ ഒഴിച്ച് തീ അണയ്ക്കും. നാമി പുറകിലേക്ക് നോക്കും. അവര് മാത്രമല്ല ആ ബുക്കില് അവരെപ്പോലെ ഒരുപാട് പേരെ ആ ബുക്കില് ബിഗ് മോം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാമിയുടെ ഡ്രസ്സ് അത് ഏകദേശം മുഴുവനായിട്ട് നശിച്ചു പോയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഒരാളുടെ ഡ്രസ്സ് അത് അവൾ അടിച്ചു മാറ്റുകയാണ്. ബിഗ് മോമിന് ആവശ്യമുള്ളവരെ എല്ലാവരെയും അവൾ ഇതുപോലെ ജിംബൈ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഞാൻ ഇത്രയും കാലവും ഈ ബിഗ് മോമിന്റെ അണ്ടറിലായിരുന്നു. അവളുടെ ആൾക്കാരെ ഞാൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു വലിയ യുദ്ധം അത് നേരിട്ടേ പറ്റൂ. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടേക്ക് ആരൊക്കെയോ ഇപ്പൊ ഓടി അടുക്കും. ലൂഫിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും സാഞ്ചിയെ രക്ഷിക്കണം. അത് മാത്രമല്ല ആ വില്ലത്തി പെണ്ണ് പുട്ടിങ് അവളെ തകർത്തില്ലാതാക്കണം എന്നൊരു ചിന്ത മാത്രമാണ്. അവനതെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. ആ വില്ലന്മാര് വരുന്ന അതേ ഭാഗത്തേക്കാണ് ഇപ്പൊ ലൂഫി ഓടുക. ജിംബൈ ആണെങ്കിൽ വിളിച്ചു പറയും, ലൂഫി ദയവ് ചെയ്ത് നീ അവിടേക്ക് ഓടരുത്. ഓൾറെഡി നീ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ട്. ഇപ്പൊ നിന്റെ ബോഡി അത് ഭയങ്കര ടയേർഡാണ്. മാത്രമല്ല ഒരുപാട് ഫൈറ്റ് ഇട്ടതുകൊണ്ട് തന്നെ നിന്റെ ബോഡി അതൊട്ടും ഓക്കെ അല്ല. സോ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. പക്ഷെ അപ്പോഴും ലൂഫി അതിനൊന്നും ചെവി കൊടുക്കാതെ മുൻപോട്ടേക്ക് കുതിച്ചു പായും. ലൂഫി ആണെങ്കിൽ നിലവിളിച്ചു പറയും, എന്റെ അത്രയും പവറൊന്നും ഇവിടെ ആർക്കും ഇല്ല. സോ ഇവർക്ക് ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചാടി ഓടും. ഇവിടെ നാമി ആണെങ്കിൽ അവിടെ കിടന്ന ഒരു ജിമ്മന്റെ ഡ്രസ്സ് അത് കറക്റ്റായിട്ട് അടിച്ചു മാറ്റി അവൾക്ക് ഒരു ഡ്രസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ സാഞ്ചി ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും റേച്ചുവിനോട് പറഞ്ഞു കഴിഞ്ഞു. അവളാണെങ്കിൽ വലിയൊരു ഷോക്കിൽ നിൽക്കുകയാണ്. റേച്ചു പറയും, ഓൾറെഡി എനിക്കും അവളെ കുറിച്ച് ചില ഡൗട്ട് തോന്നിയിരുന്നു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫാദർ ആൾക്ക് നല്ല ബുദ്ധിയും പവറും ഒക്കെയാണ്. അവരുടെ പ്ലാൻ അതൊന്നും നടക്കാൻ പോകുന്നില്ല. സാഞ്ചിക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് ഓർത്ത് പേടി തോന്നും. കാരണം ബിഗ് മോമിന്റെയും പിറ്റോയുടെയും പ്ലാനാണ് ഇതെല്ലാം എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. റേച്ചു ആണെങ്കിൽ തീർത്തു പറയും, ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. എത്രയും വേഗം നിന്റെ ഫ്രണ്ട്സുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. നിനക്കിനിയും നല്ലൊരു ഫ്യൂച്ചർ ബാക്കിയുണ്ട്. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ അവളെ വിട്ട് പോകാനായിട്ട് തോന്നില്ല. അതിന് റേച്ചു പറയും, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ പോയേ പറ്റൂ. നിനക്കറിയാത്ത വലിയൊരു രഹസ്യമുണ്ട്. ചെറുപ്പം മുതലേ നമ്മുടെ പപ്പയും മമ്മയും അവർ രണ്ടുപേരും എപ്പോഴും പരസ്പരം കലഹിച്ചാണ് ജീവിച്ചു വന്നത്. പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടാവുന്ന മക്കൾ എല്ലാവരും വളരെ പവർഫുൾ ആയിരിക്കണം എന്നതായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേക പ്ലാനും ആളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ലാതെ പലതവണ
അതിനെ ചൊല്ലി അവർ തർക്കിച്ചിട്ടുണ്ട്, പരസ്പരം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ ഇത് കണ്ടു വളർന്ന എനിക്ക് അല്പം മെച്യൂർ ആയതിനു ശേഷം മാത്രമാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പിടികിട്ടിയത്. വിൻസ്മോക്കിന്റെ ലക്ഷ്യം അത് മറ്റൊന്നുമില്ല, ആളുടെ മക്കളുടെ ഇമോഷൻസ് അത് മുഴുവനും അവരുടെ മൈൻഡിൽ നിന്ന് ഇറേസ് ചെയ്യണം. വെറും ഒരു മോൺസ്റ്റേഴ്സ് ആക്കി അവരെ വളർത്തിക്കൊണ്ടുവരണം. വിൻസ്മോക്കിന്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന ഒരു പട, അതാണ് ആളുടെ എക്സ്പെക്ടേഷനും ആഗ്രഹവും. അവരുടെ അമ്മയാണെങ്കിൽ അത് തടയാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ വിൻസ്മോക്കിന്റെ ആ ഒരു കടുംപിടുത്തത്തിന് മുൻപിൽ അവളെ കൊണ്ട് പിടിച്ചു നിൽക്കാനായില്ല. അവര് കമ്പൽ ചെയ്ത് അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. സാഞ്ചിയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. നോർത്ത് ബ്ലൂവിനെ വീണ്ടും പിടിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മക്കളെ വിൻസ്മോക്കിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവളെ ഒരുപാട് നിർബന്ധിച്ചും പ്രഷർ ചെയ്തും ആ ഒരു ഓപ്പറേഷന് വിധേയമാക്കിയത്. പക്ഷെ സാഞ്ചിയുടെ അമ്മ ആ ഒരു ഓപ്പറേഷൻ അത് സക്സസ് ആവാതിരിക്കാനായിട്ട് ബ്ലഡ് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു മെഡിസിൻ കഴിക്കും. പക്ഷെ അതാണെങ്കിൽ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവാതെ ജനിച്ച മക്കൾക്കെല്ലാം വിൻസ്മോക്ക് ആഗ്രഹിച്ചതുപോലെ ഇമോഷൻസ് ഉണ്ടാവില്ല. ആളാണെങ്കിൽ അതിൽ ഭയങ്കര ഹാപ്പിയും. അവരുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം. കാരണം അവൾക്ക് അവളുടെ മക്കളെ രക്ഷപ്പെടുത്താനായില്ല. ഒരു നല്ല ഹ്യൂമൻസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവളെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ എന്താ, അവൾക്ക് ഒരേ ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് സാഞ്ചി മാത്രം ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജനിച്ചു. അതില് വിൻസ്മോക്കിന് ഒരുപാട് ദേഷ്യവും പകയൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് സാഞ്ചിയുടെ അമ്മ, അവരാണെങ്കിൽ ഓൾറെഡി ഒരുപാട് സർജറിയിലൂടെ കടന്നു പോയതുകൊണ്ടും പോയിസൺസും മെഡിസിനും ഒക്കെ കുടിച്ചതുകൊണ്ട് തന്നെ അവരുടെ ശരീരം അതിപ്പോ വളരെയധികം വീക്കായിരിക്കുകയാണ്. റേച്ചു ആണെങ്കിൽ ആരും കാണാതെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരും. അതിനുശേഷം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവളുടെ അമ്മയോട് പറയും. മാത്രമല്ല സാഞ്ചിക്ക് അവന്റെ അമ്മയോടുള്ള സ്നേഹവും അവൻ കുക്ക് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവളങ്ങനെ പൊട്ടിക്കരയും. മക്കളിൽ വെച്ച് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം സാഞ്ചിയാണ്. അതിനുശേഷം റേച്ചുവേയും ബാക്കിയുള്ള മക്കളെയും. അമ്മ മരിച്ചതിന് ശേഷം റേച്ചുവും സാഞ്ചിയും മാത്രമാണ് അവരുടെ അമ്മയുടെ കല്ലറയിലേക്ക് വന്ന് പൂക്കൾ വെച്ചത്. അത് കണ്ട വിൻസ്മോക്ക് ആണെങ്കിൽ ഫുൾ കലിപ്പില് ആ പൂക്കള് അതങ്ങനെ ചവിട്ടി മതിക്കും. റേച്ചു ആണെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടുന്ന് എസ്കേപ്പ് ആവും. സാഞ്ചിയെ കയ്യിൽ കിട്ടിയ വിൻസ്മോക്ക് ആളവനെ അറഞ്ചം പുറഞ്ചാട്ടിക്കും. ആളുടെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ള മക്കളും അവിടേക്ക് വന്ന് സാഞ്ചിയെ എടുത്തിട്ട് ഇടിക്കുകയാണ്. റേച്ചുവിനാണെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അവൾ അവനെ സപ്പോർട്ട് ചെയ്ത തീർച്ചയായിട്ടും അവളെയും അവര് ബുള്ളി ചെയ്യും. അതിനുശേഷമാണ് റേച്ചു സാഞ്ചിയെ അവിടുന്ന് രക്ഷപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. അവൻ പോകുന്നതിനിടയിൽ അവന്റെ പപ്പയുടെ മുൻപിൽ ചെന്ന് പെടും. അതിനാൾ ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം, പക്ഷെ ഒരു കാരണവശാലും ഞാനാണ് നിന്റെ പപ്പ എന്നുള്ള കാര്യം നീ ആരോടും പറയാൻ പാടില്ല. അത് കേട്ട് ചങ്ക് തകർന്ന നമ്മുടെ സാഞ്ചി അവൻ ഒരുപാട് വിഷമത്തില് ആ ഐലാൻഡ് വിട്ടു പോവാണ്. കട്ട് ചെയ്ത പ്രസന്റില് റേച്ചു പറയും, സത്യത്തില് നിന്നെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ അമ്മയെയാണ്. അമ്മ ആഗ്രഹിച്ച പോലുള്ള ഒരു മകനായിട്ടാണ് നീ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടി നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അത് കേട്ട് സാഞ്ചിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.